ഒരുപാട് നല്ല ഫൈറ്റുകൾ ഇതേപോലെ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ട് റെഡ് കോർണർ ലീഡ് ചെയ്യുന്നു, സെക്കൻഡ് റൗണ്ട് ബ്ലൂ ലീഡ് ചെയ്യുന്നു, തേർഡ് റൗണ്ട് ഒരു പോയിന്റ് വ്യത്യാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ ഒരു പോയിന്റ് എടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഒരുപാട് ഇതിൽ ജഡ്ജിങ്ങിൽ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര കൺഫ്യൂഷൻ വരുന്നതായിട്ടുള്ള ഗെയിംസ് കണ്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിലും ഇന്ത്യയിലും വളരെ കുറവാണ് ഞാനിത് കണ്ടിട്ടുള്ളത്. ഔട്ട്സൈഡ് ഇന്ത്യ ഇന്റർനാഷണൽ റഫറി എന്നുള്ള നിലയിൽ, ഇന്റർനാഷണൽ ജഡ്ജ് എന്നുള്ള ഇരിക്കുമ്പോഴാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു റഫറി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് അന്താരാഷ്ട്ര മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്. അപ്പോൾ പല രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ഇപ്പം നേരത്തെ ഇറ്റലിയുടെ കേസൊക്കെ പറഞ്ഞു. അപ്പം എന്താണ് ഇന്ത്യക്കാരും അവരും തമ്മിലൊരു വ്യത്യാസം എന്താണ് ഈ ഫൈറ്റിലുള്ളത്? ഇന്ത്യക്കാരും അവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ അവർക്ക് പ്രാക്ടീസ് എന്ന് പറയുന്ന കാര്യം അവരൊരിക്കലും മുടക്കാറില്ല. ഇതിനു വേണ്ടിയിട്ട് അവർ ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഒന്ന് അവരുടെ സപ്പോർട്ട്, അവരുടെ എന്താ പറയുന്നത് രാജ്യത്തിന്റെ സപ്പോർട്ട് ഒന്ന്, അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നാലും ഒക്കെ അവരുടെ സപ്പോർട്ടാണ് മെയിൻ. ഇപ്പൊ ആർക്കായിരുന്നാലും ശരി തന്നെ. ഇപ്പോൾ ഞാനിടയ്ക്ക് ചിന്തിക്കാറുണ്ട്, എന്നെയൊക്കെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര രീതിയിൽ ഞാനും എവിടെയെങ്കിലും എത്തിപ്പെട്ടേനെ എന്നുള്ളത്. ഇപ്പം എത്തിപ്പെട്ടില്ല എന്നല്ല, ദൈവം സഹായിച്ച് ഒരുപാട് അധ്യാപകരുടെ ബ്ലെസ്സിങ്സും ഒക്കെ പ്രാർത്ഥനയൊക്കെ കൊണ്ട് ഈ ഒരു നിലയിലെത്തി. അത് വളരെ സന്തോഷമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഈ പറയും പോലെ അവർക്കൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര പ്രാക്ടീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് മെയിൻ ജോലി ഉള്ളവർ തന്നെയും ഭയങ്കരമായിട്ട് പ്രാക്ടീസും കാര്യങ്ങളും അത് മാറ്റി വെച്ചിട്ട് വന്ന് ചെയ്യുന്നതാണ്. അതുപോലെ ഡെഡിക്കേഷൻ എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫോക്കസ് മെയിൻ. ഡ്രീം, ഞാൻ ഇപ്പോൾ പറയുന്നതാണ്, ഞാനിപ്പോൾ ഡ്രീം വെച്ചാൽ മുന്നോട്ട് പോകുന്നത്. സത്യം പറയാമല്ലോ, ഞാൻ ഓരോ ഡ്രീം വെച്ചിട്ടാണ് പോകുന്നത്. അത് അച്ചീവ് ചെയ്യുമ്പോഴത്തേക്ക് മുകളിൽ നോക്കിയിട്ട് താങ്ക് യു പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എന്ന് വെച്ചാൽ ഡ്രീം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ ആർമിയിൽ നിന്ന് ഞാൻ PRS എടുത്ത് VRS എടുത്ത് ഇറങ്ങുമ്പോഴത്തേക്കായിരുന്നാലും ഞാനൊരു ഡ്രീം വെച്ചിട്ട് ഇറങ്ങുന്നത്. എനിക്ക് ഇന്നതാവണം, ഇന്നത് നേടണം, ഇന്നടത്ത് എത്തണം എന്നുള്ളത്. അതിൻ്റെ ഓരോ പടിയായിട്ട് ഓരോടത്തും ചവിട്ടി കയറാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷം. ആസ് എ റഫറി ആയിട്ട് ഒരുപാട് മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്, കോച്ചായിട്ട് നിന്നിട്ടുണ്ട്. അപ്പം റഫറി എന്നുള്ള നിലക്ക് ഒരു മാച്ച് നിയന്ത്രിക്കുന്ന സമയത്ത് വിദേശ താരങ്ങളൊക്കെ ഉള്ള ഒരുപാട് മാച്ചുകൾ നിയന്ത്രിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള രസകരമായ അനുഭവങ്ങളോ അല്ലെങ്കിൽ ആ സമയത്തുള്ള വെല്ലുവിളികൾ ഏതെങ്കിലും നേരിട്ട ഓർമ്മകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റഫറി ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് മെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലെയേഴ്സിനെ പോലെ നമുക്ക് മൂവ്മെന്റ്സ് ഉണ്ട്. മെയിൻ അതാണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിൽ നമുക്ക് പഞ്ചോ കിക്കോ നമ്മളുടെ ശരീരത്തിൽ കയറും. റഫറിക്കും കിട്ടാനുള്ള സാധ്യത ചാൻസ് ഉണ്ട്. ദൈവം സഹായിച്ച് ഇതുവരെ എനിക്കത് കിട്ടിയിട്ടില്ല. ഞാൻ കിട്ടുന്നത് കണ്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവരുടെ ചവിട്ട് ഒപ്പണന്റ് ഒഴിഞ്ഞു മാറുമ്പോഴത്തേക്ക് റഫറി ആ സൈഡിൽ കയറുമ്പോഴത്തേക്ക് വയറിൽ കയറിയിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. റഫറി അവിടെ ഇരിക്കുന്നു, സ്റ്റോപ്പ് വിളിക്കുന്നു. സ്റ്റോപ്പ് വിളിക്കുമ്പോഴത്തേക്ക് പിന്നെ ഒരു മത്സരിക്കത്തില്ല. സ്റ്റോപ്പ് വിളിച്ച് കഴിഞ്ഞിട്ടും ആ ഒരു ഫീൽഡിൽ മത്സരിച്ച് പിന്നെയും തുടർന്ന് അത് നമ്മൾ പറയില്ല, ഭയങ്കരമായിട്ട് മത്സരിക്കുന്ന ചില ഇത് കാണാം. അപ്പം നമ്മൾ അതനുസരിച്ച് അവരുടെ ഇടയിൽ സ്റ്റോപ്പ്. മെയിൻ എന്ന് പറയുമ്പോൾ റഫറിക്ക് നമ്മളുടെ വോയിസ് ആണ്, നമ്മളുടെ സൗണ്ടാണ്. നമ്മളുടെ സൗണ്ട് നമ്മൾ സ്റ്റോപ്പ് പതുക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അനുസരിക്കത്തില്ല. നമ്മൾ പറയേണ്ട രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അനുസരിക്കും. ആ ഫീലിൽ തന്നെ നമ്മൾ പറയണം. പിടിച്ചു മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഏതെങ്കിലും? ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ചില ഫൈറ്റ് ഭയങ്കരമായിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഫൈറ്റുകൾ കാണും. ആ സമയത്ത് നമുക്ക് പിടിച്ച് മാറ്റേണ്ടി വരും. അങ്ങനെയുള്ള ഏതെങ്കിലും ഫൈറ്റ് ഓർമ്മയിലുണ്ടോ അങ്ങനെ നിയന്ത്രിച്ച ഫൈറ്റ്? അങ്ങനെ ഓൾറെഡി ബുൾഗേറിയ, ഇസ്രായേൽ അവരൊക്കെ തമ്മിലുള്ള മത്സരങ്ങൾ, ഉസ്ബെക്കിസ്ഥാൻ, അവർ ഇപ്പം ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും നമ്പർ 1 രാജ്യം ഏതാണ് ബോക്സിംഗില്? കിക്ക് ബോക്സിംഗിൽ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ബുൾഗേറിയ, ഉസ്ബെക്കിസ്ഥാൻ, അതുപോലെ ഇറ്റലി, അതുപോലുള്ള രാജ്യങ്ങൾ ഇപ്പം എല്ലാം പല രാജ്യങ്ങളും മുന്നോട്ട് വരുന്നുണ്ട് ഒരുപാട്. നമുക്ക് ഇന്ന് അതുപോലെ അസർബൈജാൻ അവരൊക്കെ ഭയങ്കര അവിടെ നിന്നുള്ള ഫൈറ്റേഴ്സ് ഒക്കെ ഭയങ്കര നല്ല ഫൈറ്റേഴ്സ്. ഇപ്പം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഫൈറ്റിന്റെ ആ ഒരു രംഗം പറയാവോ? അസർബൈജാനും ഓൾറെഡി ഇസ്രായേലും തമ്മിലുള്ള മത്സരം നിയന്ത്രിക്കാനുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. നല്ല ഫൈറ്റാണ്. അതുപോലെ തന്നെ ഞാൻ വേൾഡ് കോമ്പാറ്റ് ഗെയിംസ് എനിക്ക് നിയന്ത്രിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ലോകത്തു നിന്നുള്ള 9 റഫറീസ് സെലക്ട് ചെയ്തതിൽ ഒരു റഫറി ഞാനായിരുന്നു. അതുപോലെ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിലും എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആസ് എ റഫറി എന്നുള്ള നിലയിൽ. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് ഒരാളെ ഇൻവൈറ്റ് ചെയ്തിട്ട് പോകുന്നത്. അങ്ങനെ ഒരുപാട് നല്ല ഫൈറ്റേഴ്സ് നിയന്ത്രിക്കാനുള്ള അവസരം കിട്ടി. ആ സംഭവങ്ങൾ അന്ന് എന്തെങ്കിലും ആ ഫൈറ്റിന്റെ സ്പെഷ്യാലിറ്റി, ഇപ്പോൾ ഏതെങ്കിലും ഒരു താരത്തിന്റെ ഒരു മൂവ്മെന്റ് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ആ ഫൈറ്റ് ചിലപ്പോൾ നിങ്ങൾ ഫൈറ്റിന്റെ ആവേശത്തിനിടക്ക് നിങ്ങൾ സ്റ്റോപ്പ് പറഞ്ഞത് കേൾക്കാതെ അവർ പിന്നെയും ഫൈറ്റ് ചെയ്തു, നിയന്ത്രിക്കേണ്ടി വന്നു, അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടോ ഓർമ്മയില്ല? കിക്ക് ബോക്സിംഗ് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിൽ പെനാൽറ്റിയും വാർണിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ സീനിയർ ഫൈറ്റേഴ്സ് ഒരിക്കലും അവരും
പെനാൽറ്റി വാങ്ങിക്കാൻ ഒരിക്കലും നിൽക്കത്തില്ല. പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണ് സ്റ്റോപ്പ് നമ്മൾ പറഞ്ഞിട്ട് വീണ്ടും അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വാണിംഗ് വരും. അങ്ങനെ വാണിംഗ് കൊടുത്ത ഏത് കളിയത്? കാരണം എനിക്ക് ഉസ്ബെക്കിസ്ഥാന്റെ ഒരു മത്സരത്തില് അതെന്താ ഓർമ്മിക്കാനുള്ള കാരണം എന്താണ്? കാരണം നല്ലൊരു ഫൈറ്റർ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ലാസ്റ്റ് അത് ഇറങ്ങിയതിനു ശേഷം ഞാൻ കേട്ടില്ല എന്ന് എൻ്റെ അടുത്ത് വന്ന് സിംഗു പറഞ്ഞായിരുന്നു. കാരണം ചില ഫൈറ്റേഴ്സ് നമ്മൾ തന്നെ റെഫറി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും, ഓക്കെ കൊള്ളാം, നല്ല കളിയായിരുന്നു എന്നുള്ളത്. അപ്പോഴത്തേക്ക് ആദ്യത്തെ എനിക്ക് തോന്നുന്നു അത് ഫൈനൽ മത്സരമായിരുന്നു. ഫൈനൽ മത്സരത്തിലാണ് അങ്ങനെ ഒരു വാണിംഗ് കൊടുക്കേണ്ടി വന്നത്.